അസ്സലാമു അപ്പം ഇത് പെരുന്നാളിന് എടുത്ത് വെച്ച വീഡിയോ ആണ്. ഇതുവരെ ഇടാൻ പറ്റിയില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഇട്ടിട്ടുണ്ടായില്ല. അപ്പം പെരുന്നാളിന് ഇത് മന്തി വെച്ചിട്ടുണ്ടായിരുന്നു, പുഡിങ് ഉണ്ടാക്കി. പുതിയ ഉള്ളതുകൊണ്ട് പിന്നെ എൻ്റെ ഷവായ മന്തി, അൽഫാമല്ല ഷവായ മന്തി ആക്കാൻ വിചാരിച്ച് അങ്ങനെ കുറേ പ്ലാനൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ ഇവിടെ രാവിലെ എണ്ണക്കടികളൊക്കെ ഉണ്ടാകും. പഴംപൊരി, നെയ്യപ്പം, നെയ്പ്പത്തിൽ, പിന്നെന്ത് ചിക്കൻ റോൾ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കി. അപ്പം രാവിലെ തുടങ്ങിയ പണിയാണ്. തലേന്ന് കുറച്ച് പ്രിപ്പറേഷനൊക്കെ ആക്കി വെക്കും. അപ്പം അങ്ങനെയാണ് പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഞാനൊരു ഐറ്റം പരീക്ഷിച്ചിട്ടുണ്ടായി, അതായത് മുട്ട സുർക്ക ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. സാധാരണ കണ്ണൂരൊക്കെ ഉള്ള പലഹാരമാണ്, പക്ഷെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. പക്ഷെ എൻ്റെ വീഡിയോ എടുത്തില്ല, നേരെയാവോ ഇല്ലയോ എന്നറിയാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇപ്പം നെയ്പ്പത്തിരി മറ്റേ പഴംപൊരി ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. ഇവിടെ ഇറച്ചി കറിയാക്കുന്നുണ്ട്. പിന്നെ പെരുന്നാൾ നമുക്ക് നിർബന്ധമാണ് നെയ്പ്പത്തിരി ഉണ്ടാക്കൽ. അപ്പം രാവിലെ ഉണ്ടാക്കും, ചിലപ്പോൾ വൈകുന്നേരം. രാവിലെ നമ്മൾ ചായക്ക് മിക്കവാറും നെയ്പ്പത്തിലും ഇറച്ചിക്കറിയും അല്ലെങ്കിൽ ചിക്കൻ കറിയും അങ്ങനെ ഉണ്ടാക്കാറാണ്. പിന്നെ ഇത്തവണ രാവിലെ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, വൈകുന്നേരത്തേക്കും നെയ്പ്പത്തിലായിരുന്നു ആക്കിയത്.
അപ്പോൾ ഇത് പെരുന്നാളിനുണ്ടാക്കിയ ഒരു പുഡിങ്ങാണ്, ഓറിയോ പുഡിങ്. പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു എളുപ്പമുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് 1.5 കവർ പാലെടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ പകുതി മതി പഞ്ചസാര. പിന്നെ എന്താണ്, പിന്നെ കോൺഫ്ലവറും ചൈന ഗ്രാസും. ആ പാലാദ്യം തിളപ്പിക്കാൻ അതിൽ പഞ്ചസാര ഇട്ടിട്ടൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് 1/2 ബൗൾ കോൺഫ്ലവർ ഒന്ന് കലക്കി ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ചേർത്തപ്പോൾ ഫുള്ള് അലിഞ്ഞ് വന്നില്ല. അപ്പം പിന്നെ ഇടയ്ക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഡിസൈനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചൈന ഗ്രാസ് ഞാൻ ഒരു പാക്കറ്റ് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് പാല് തിളക്കുന്ന സമയത്തിന് ചൈന ഗ്രാസ് ഒന്ന് ഉരുക്കിയിട്ട് ഇതിലോട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. ഇത് 2 മണിക്കൂർ പുറത്ത് തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പുഡിംഗ് ട്രേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പ്ലേറ്റിലാണ് ഒഴിച്ച് വെക്കുന്നത്. 2 മണിക്കൂർ കൊണ്ട് അതൊന്ന് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രിഡ്ജിലും വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തു.